പ്രിയപ്പെട്ടവരോട്, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരോട്, ദൈവത്തിന്റെ നിശബ്ദതയെ പേടിക്കണോ? പേടിക്കണോ? പേടിക്കണ്ടേ? ഉള്ളി പേടിച്ചു പോയില്ലേ? 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ നിശബ്ദത ഒരു ഷോർട്ട് ടൈം ആണോ? ഉറപ്പാ, ഉറപ്പാ. യോന തിമിംഗലത്തിന്റെ ഉദരത്തിൽ, കടൽ മത്സ്യത്തിന്റെ, കടലാനയുടെ ഉദരത്തിൽ 3 ദിവസം ഇരിക്കുമ്പോഴേ നോർത്തെ എന്തേലും പുള്ളിക്ക് കേൾക്കാനുണ്ടോ, കാണാനുണ്ടോ? നിശബ്ദതയല്ലേ? പക്ഷെ ഈ കടൽ മത്സ്യം കൃത്യമായി ഈ പുള്ളിയെ കൊണ്ടുവന്ന ഈ ദുബായിക്ക് പോകേണ്ട ഫ്ലൈറ്റ് ദുബായി ലാൻഡ് ചെയ്യുന്നത് പോലെ, ഈ കടൽ മത്സ്യം എമിറേറ്റ്സ് ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നത് പോലെ അവിടെ തർശീശി വന്ന് ലാൻഡ് ചെയ്യും. എന്നിട്ട് യോനയോട് മാത്രം പറയുക, പാസഞ്ചർ പ്ലീസ്, ദിസ് ഈസ് യുവർ ഡെസ്റ്റിനേഷൻ, താങ്ക് യു സാർ. നിങ്ങൾക്കറിയാം, ഓക്സിജൻ ഇല്ലാതെ, ഭക്ഷണം ഇല്ലാതെ, ശ്വാസം പിടിക്കാൻ കഴിയാതെ 3 ദിവസം കടൽ മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് ദൈവിക പദ്ധതിയിൽ നിൽക്കുന്ന ഒരുത്തനെ തമ്പുരാന് സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എങ്ങനെയാണ് പ്രസംഗിക്കേണ്ടേ? എങ്ങനെയാണ് വർണ്ണിക്കേണ്ടേ? ദൈവത്തിന് നാളുകളിൽ ഉപയോഗിക്കാനുള്ളവനെ ദൈവത്തിന് എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ ഓക്സിജൻ സപ്ലൈ പോലും വേണമെങ്കിൽ ഇന്ന് രാത്രി ഒരു പൈശാചിക പദ്ധതികൾക്കും നിന്നെ തകർക്കുവാൻ കഴിയുകയില്ലെന്നുള്ള ദൈവാലോചന ഇന്ന് രാത്രിയിൽ കൈമാറുകയാണ്. ദൈവം ഏത് വഴിയാ പിടിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല തമ്പുരാന്റെ ഇടപെടി. ദൈവിക ഇടപെടി ഭയങ്കര ഡിഫറൻറ്റാണ്. ഈ യോനായെ ലക്ഷ്യസ്ഥാനത്ത് നിനവയിലെത്തിക്കാൻ, ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ എന്റെ ദൈവം ഒരു വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ്. ആനയാണോ തിമിംഗലാണോ? പഠിച്ചവരൊക്കെ പറഞ്ഞ സ്കൂളിൽ കൊച്ചു കുഞ്ഞു പറഞ്ഞ കൊച്ചു പറഞ്ഞു തിമിംഗലം. ഏറ്റവും വലിയ ജീവിയായ തിമിംഗലത്തോട് ദൈവം ഇടപെട്ടു, ഇവനെ ഇന്ന സ്ഥലത്ത് എത്തിക്കണോ. ഈ പുള്ളി എന്നിട്ടും, അങ്ങനെ ഉണ്ടല്ലോ, എത്ര കൊണ്ടിട്ടും ആരും വേണ്ടുന്നില്ലല്ലോ. എന്നെല്ലാം പറഞ്ഞിട്ടും, എത്രയെല്ലാം ഉപദേശിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാത്തവരും വീട്ടിൽ പോകണം. കൈ വെക്കണം, പ്രാർത്ഥിച്ചാൽ മതി, വേണമെങ്കിൽ പേര് വിളിക്കാം, ആരും വേണ്ടുന്നില്ല. സ്തോത്രം. ഈ പുള്ളി അവിടുന്ന് എഴുന്നേറ്റ് ഒരാവണത്തിന്റെ ചുവട്ടി വന്നിരിക്കുക. അപ്പൊ കുറച്ചു ദിവസം ഈ വെള്ളത്തിൽ, ഈ മീനിന്റെ വയറ്റിനകത്തെന്ന് പറയുമ്പോൾ ഡ്രൈ അല്ലല്ലോ, ഉണങ്ങിക്കിടക്കുന്നിടത്തല്ലല്ലോ പുള്ളി ഇരുന്നത്. ഇങ്ങനെ പുള്ളി ആകെ, എന്റെ ഭാഷ പറഞ്ഞ ആകെ കുഴഞ്ഞ കേസാണ്. വെളി വന്നിരിക്കുക. കുറച്ച് കാറ്റൊക്കെ കിട്ടിയപ്പോഴത്തേക്ക് ഒരു ആശ്വാസം. സ്തോത്രം. തിമിംഗലത്തിന്റെ വയറ്റിൽ കിടക്കാനും ഉറങ്ങുന്നില്ലേ? നമുക്ക് ഇത്രയും വലിയ പ്രസംഗം നടന്നിട്ട് ഉറങ്ങുന്നവരുണ്ട്. തിമിംഗലത്തിന്റെ വയറ്റിലൊന്നും കിടന്നിട്ടല്ല. സ്തോത്രം. രാത്രി മൊത്തവും ഇതും ഫോണും പിടിച്ചോണ്ടിരുന്നിട്ട് യോഗത്തിൽ വന്നിരുന്ന് ഉറങ്ങാം. കാരണം യോഗത്തിൽ ഇരിക്കുമ്പോൾ എന്ത് നോക്കാൻ പറ്റുകയില്ല, ഫോൺ നോക്കാൻ പറ്റുക. സ്തോത്രം. ഈ ആവണത്തിന്റെ ചുവട്ടിൽ യോന വളരെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. ദൈവം തന്നെ ചിന്തിക്കുകയാണ്, ഇവനെ കൊണ്ട് ഒരു രക്ഷയില്ല.